Good afternoon to all. Good afternoon, ma'am. Good afternoon. Yeah, good afternoon. Okay. Good afternoon. Class ആരില്ലേ? കേൾക്കുന്നുണ്ടോ? Good afternoon, ma'am. Yes, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay, start ചെയ്യാം നമുക്ക്. Yeah. Start with prayer, thought of the day, and sign in. Ma'am, prayer ഞാനാണ്. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല വാണിയായി ജ്ഞാനത്തിന്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പുഞ്ചു കൈയിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. Okay, ma'am. Okay, and then what next? Ma'am, sign in Manjuraja. Manjura ഇല്ല ക്ലാസ്സിൽ. I think she is absent. മഞ്ജുരാജ് ഉണ്ടല്ലോ. Okay, ma'am. Manjuraja sign in പറയണ്ടേ? ആണോ? മഞ്ജു ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? മഞ്ജുരാജ്. ഞാനിപ്പോ കയറിയുള്ളൂ മാഡം, ഇപ്പൊ കയറിയുള്ളൂ. ഓക്കെ, സൈൻ ഇൻ പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണേണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന പേര് പറഞ്ഞു അശ്വതി മിസ് ടെൻഷനിലാണ് ഇത്തിരി, അതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. Okay. Thought of the day. Life and time are the world's best teachers. Life teach us to make good use of time, and time teach us to the value of life. Thank you. Okay. എന്താണ് എങ്ങനെയുണ്ടായിരുന്നു ഓണം? എങ്ങനെയുണ്ടായിരുന്നോ? ഓണം കൊള്ളാം, അടിച്ചു പൊളിച്ചു എല്ലാവരും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഓക്കെ, ഓണം കഴിഞ്ഞ് വന്നപ്പോ ടീച്ചേഴ്സിന്റെ പേരടക്കം മറന്നുപോയി, ആണോ? കൊള്ളാം. ഞാൻ തന്നെ ഞാൻ മറന്നുപോയി. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ സൈന് ഞാൻ കേൾക്കുന്നത്. കൊള്ളാം, എന്തായാലും ഞാൻ മറക്കില്ല ഈ സൈന്. അതല്ല ഇപ്പൊ ഞാന് ഇത്തിരി ടെൻഷനാ, ചേട്ടന് പാടില്ല എന്ന് പറഞ്ഞ അങ്ങനെ കോള് കട്ട് ചെയ്ത് പിന്നെ ഞാൻ കേറിയതാ ഇപ്പൊ പെട്ടെന്ന്. കേറി കഴിഞ്ഞപ്പോഴാ അയ്യോ ഞാനാണല്ലോ സൈൻ ഇൻ ടീച്ചർ വിളിക്കുകയും ചെയ്യണ്. അതാണ്. സോറി മാം. അയ്യോ സോറി ഒന്നും വേണ്ട, ചുമ്മാ തമാശ പോരല്ലേ ഞാൻ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഓണൊക്കെ അടിച്ച് പൊളിച്ചു എല്ലാവരും. വെക്കേഷൻ എല്ലാം കഴിഞ്ഞു, മക്കളെല്ലാം പോയി അല്ലേ? എപ്പോഴാണ് ശരിക്കും റിലാക്സ് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? ശരിയാണോ? ഓക്കെ, പിന്നെന്താ? അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു മാഡം? പനിനീർ പൂവിനെ ഏത് പേര് കൊണ്ട് വിളിച്ചാലും അത് സുഗന്ധവും മനോഹരവുമാണ്. ഓക്കെ, എനിക്ക് വേറൊരു പേര് പറയൂ, കേക്കട്ടെ. പറയൂ, ചുമ്മാ ഇതിന്റെ പേര് പറയൂ. എനിക്ക് പേര് ഇതിലുണ്ടോ? നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പേരുണ്ടോ എനിക്ക്?
ചുമ്മാ കളിയൊക്കെയാണെങ്കിൽ ടീച്ചേഴ്സിന് എന്തെങ്കിലും പേരുണ്ടോ? അങ്ങനെയുണ്ടോ? പറയൂ, ഉണ്ടോ അങ്ങനെ? പൊതുവെ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിലൊക്കെ ടീച്ചേഴ്സിന് ഒരു പേരിടില്ലേ? ചുമ്മാ ആണെങ്കിൽ തമാശക്കാണെങ്കിൽ വിളിക്കുന്ന പേരുകള്. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് മിസ്സിന്റെ പേര് മാത്രമേ അറിയുള്ളൂ ഈ ഗ്രൂപ്പില്. ബാക്കിയുള്ള മിസ്സുമാരൊക്കെ എനിക്ക് മാറിപ്പോകും. വിശ്വസിച്ചു ഞാനതിപ്പോ. ശരിക്കും ഞാൻ വിശ്വസിച്ചു. ഞാൻ ഓർത്ത് നോക്കി പറഞ്ഞില്ലേ, ബാക്കിയുള്ള മിസ്സുമാരെയൊക്കെ ഞാൻ മറന്നു. അങ്ങനെ മിസ് അങ്ങനെയൊക്കെ അറിയാന്നുള്ളു. പക്ഷെ വേറെ ആരോടെങ്കിലും ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ അവരോട് ചോദിക്കാറ്. ഞാൻ മിസ്സുമാര് ഇതേപോലെയാണോ എന്റെ ക്ലാസ്സിലും പറയാ? അതെ, ഞാൻ എപ്പോഴും ഓപ്പണാ മിസ്. ഓക്കെ, മറ്റു ടീച്ചേഴ്സ് വരെ പറയും എനിക്ക് ടീച്ചറിനെ മാത്രമേ പേര് ഓർമ്മയുള്ളൂ എന്ന് പറയും. അങ്ങനെയാണോ? ഇല്ല മിസ്, എനിക്ക് അശ്വതി മിസ് മാത്രമേ ഓർമ്മയുള്ളൂ. മറ്റേ ജിഷ മിസ്സിനെ കണ്ടാൽ എനിക്ക് ആകെ കൺഫ്യൂസാ. രണ്ടുപേരെ ഒരേപോലെ ഇരിക്കണ പോലെ തോന്നും. പക്ഷെ മിസ്സിനെ മാത്രം നല്ല എന്താ പറയുക, ഭയങ്കര സ്പീഡിൽ ക്ലാസ് എടുക്കും. ഇംഗ്ലീഷ് ക്ലാസ് അത് ഭയങ്കര ഇഷ്ടം. അതാണ് സ്പീഡിൽ ക്ലാസ് എടുക്കുന്ന മിസ്. അതാണ്. അല്ല അതല്ല, നമുക്കത് എന്താ പറയുക, ക്യാച്ചപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായ മിസ്? അതാ ഞാൻ പറയണത്. അല്ലാണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞ് മറന്നുപോയതല്ല. എനിക്കിന്ന് ഭയങ്കര ടെൻഷനുണ്ട്. കൂളായിട്ടിരിക്കും. ഓക്കെ 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 മിസ്. പിന്നെ കേറാനുള്ള ആഗ്രഹം കൊണ്ട് ചാടി കയറിയതാ. മോണ്ടിസോറി ക്ലാസ് കളയണ്ട പറഞ്ഞിട്ട് ചാടി കയറിയതാ. ഓക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിൽ അങ്ങനെ ജോയിൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അല്ല, ഞാൻ ഇന്ന് എന്താണ് ക്ലാസ് അങ്ങനെ ഒന്നും എന്റെ മൈൻഡിലില്ല. ഇന്ന് ക്ലാസ്സിൽ കയറണം എന്നുള്ള ഒരു ഇതിൽ ചാടി കയറിയതല്ലോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കൂ, റിലാക്സ് ചെയ്തിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു ആണോ? എന്തായിരുന്നു, എന്തൊക്കെയാ നമ്മൾ എടുത്തതെന്ന് പറയുമോ? ഒന്ന് എവിടെ വരെ എത്തി? നമ്മൾ എക്സാം എഴുതിയായിരുന്നു കേട്ടാ. ഇനി വേറെ ഒന്നുമില്ലല്ലോ. എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് ഇംഗ്ലീഷിന്റെ ഒന്ന്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. എനിക്ക് 7 മാർക്ക് കിട്ടിയുള്ളൂ. സുബി ഉണ്ടോ ക്ലാസ്സില്? സുബി ഇല്ല. ഓക്കെ, സുബി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ തന്നെയാണല്ലോ ആൻസർ വന്നിരിക്കുന്നത്. മിസ്റ്റേക്ക് ഒന്നുമില്ല, ഞാൻ നോക്കിയതായിരുന്നു, ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളോട്? എന്തെങ്കിലും പ്രസന്റേഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഒന്നുമില്ലല്ലോ. ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ. വേർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. എന്താണ് വേർബ്? എന്താണ്, വാട്ട് ഈസ് വേർബ്? സിമ്പിൾ ആണ്. ക്രിയയാണ്, പ്രവൃത്തിയാണ് എന്നൊക്കെ പറയാം അല്ലെ? നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിയകളും എന്താണ്? വേർബ് ആണ്. എന്താണ് ഇങ്ങനത്തെ ഒരു ഇമോജി? തെറ്റാണോ? ഓക്കെ, അപ്പൊ വേർബ് എന്താ? ഇമോജീസ് മാറിപ്പോന്നാണ് നിങ്ങൾക്ക്? ആക്ഷൻ വേർഡ്സ്. വേർബിൽ തന്നെ നമുക്ക് 2 ടൈപ്സ് ഓഫ് വേർബ് ഉണ്ട്. ഏതൊക്കെയാണ്? ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റേറ്റ് വേർബ്. സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റീവ് വേർബ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയാം, സ്റ്റേറ്റ് വേർബ് എന്നും പറയാം. ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റേറ്റ് വേർബ്. നമ്മള് നിങ്ങളുടെ ടെക്സ്റ്റില് സ്റ്റേറ്റ് വേർബിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം കേട്ടോ, ടെക്സ്റ്റിൽ ഇല്ലാതെ. ഓക്കെ, എന്നാലും നമ്മൾ പഠിക്കുമ്പോ എല്ലാം അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്തായാലും ആദ്യം മുതലേ പഠിക്കുകയാണ്, അപ്പൊ എല്ലാം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ വേർബ് എന്ന് പറയുമ്പോൾ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു. അതിനെ തന്നെ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. There is action verb and state verb. Okay? മിസ് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയോ? Just wait second. ഞാൻ എന്റെ നോട്ട് just wait.
ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കാട്ടോ. ഇതില് ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റേറ്റ് വേർബ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, എഴുതിയെടുക്കണ്ട, അപ്ലോഡ് ചെയ്യാം. എഴുതണമെങ്കിൽ എഴുതിയെടുക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതില് ആക്ഷൻ വേർബ് ഉണ്ട്, സ്റ്റേറ്റ് വേർബ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ വേർബുകളും എന്താണ്? ആക്ഷൻ വേർബ് ആണ്. വേർബ് ഇസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫിസിക്കൽ ആക്ഷൻ. ഓക്കെ, ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എന്താണ്? ആക്ഷൻ വേർബ് ആണെന്ന് പറയാം. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജമ്പിങ്, റൈറ്റിംഗ്, ഡാൻസിങ്, ഇതൊക്കെ എന്താണ്? ഫിസിക്കലി ആക്ഷൻസ് ആണ് അല്ലെ? അതെല്ലാം എന്താണ്? ആക്ഷൻ വേർബ് ആണ്. നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും ശരീരം അനങ്ങി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ആക്ഷൻ വേർബ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലാപ്പ് വരുമ്പോ എന്താ ഇവിടെ നടക്കുന്നേ? ക്ലാപ്പ്. ഓക്കെ, ക്ലാപ്പ് നമ്മൾ ഫിസിക്കലി ചെയ്യുന്നതാണോ? അല്ലേ? കൈയടിക്കുന്നു, ഫിസിക്കൽ ആക്ഷൻ വരുന്നുണ്ട്, അതെല്ലാം എന്താണ്? ആക്ഷൻ വേർബ് ആണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തികളുണ്ട്? കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? ഇതെല്ലാം എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ ശരീരം അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആക്ഷൻ വേർബിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് സ്റ്റേറ്റ് വേർബ് എന്ന് പറയുന്നത്? മാം, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓർഡിനറി വേർബും ഹെൽപ്പിംഗ് വേർബും ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രോം ദിസ് ആണോ നമ്മുടെ ഈ ആക്ഷൻ വേർബും ഇത് വരുന്നത്? അതെ, ടെക്സ്റ്റ് ഇല്ല, ആക്ഷനും സ്റ്റേറ്റ് വേർബും ടെക്സ്റ്റ് ഇല്ല, പക്ഷെ എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, സുബി, ഞാൻ സുബിനെ അന്വേഷിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ മോക്ക് ടെസ്റ്റിലെ. യെസ് മാം. അത് കറക്റ്റ് ആണ് കേട്ടോ, മിസ്റ്റേക്സ് ഒന്നും ഇല്ല. ഓക്കെ മാം. ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ് ആൻസർ വരാം. മിസ്റ്റേക്ക് ഞാൻ ചെക്ക് ചെയ്തായിരുന്നേ. ഓക്കെ, ക്രോസ് ആയിട്ട് അതിന്റെ അടുത്ത് വന്ന, അതുകൊണ്ട് ഞാൻ സ്പെഷ്യലി ചോദിച്ചത്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ആക്ഷൻ വേർബ് എന്താണെന്ന് മനസ്സിലായി. അതിനുശേഷമുള്ള സ്റ്റേറ്റ് വേർബ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ലേ? ഇപ്പൊ നമ്മുടെ ഇമോഷൻസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ. ഇപ്പോ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഐ എം എ ടീച്ചർ എന്ന് പറയും അല്ലെ? ഞാൻ ടീച്ചർ ആണ്. അതില് അവിടെ ദർ ഇസ് നോ ആക്ഷൻ, അവിടെ ആക്ഷൻസ് ഒന്നുമില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഞാൻ ടീച്ചർ ആണ്, നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, യു ആർ സ്റ്റുഡൻസ് എന്ന് പറയുന്നതും ഐ എം ടീച്ചർ എന്ന് പറയുന്നതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനെന്താ പറയാ? ഇറ്റ്സ് എ സ്റ്റേറ്റ് വേർബ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. സ്റ്റേറ്റ് വേർബ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഐ എം സ്റ്റാർവിങ് എന്ന് പറയാം. ഐ എം സ്റ്റാർവിങ്. സോ അതൊക്കെ എന്താണ്? ഒരു ഇമോഷൻസ് ആണ്. ഇതെല്ലാം ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ ഇങ്ങനത്തെ വേർബും എന്താണ്? സ്റ്റേറ്റ് വേർബ് എന്ന് പറയാം. ആക്ഷൻസ് ഫിസിക്കലി ചെയ്യുന്ന ആക്ഷൻസ് ആണെങ്കിൽ അത് ആക്ഷൻ വേർബ് എന്നും പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ? ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. മനസ്സിലാക്കിയാൽ മാത്രം മതി, പറയാട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്ര വലിയൊരു ടോപ്പിക്കേ അല്ല അത്. ക്ലിയർ ആണ്? ഇനിയിപ്പോ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് വരാണെങ്കിൽ മെയിൻ വേർബ് ഉണ്ട്, ഇറഗുലർ വേർബ് ഉണ്ട്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്. ഓക്കെ, ഇതില് നമ്മുടെ ഈ സൈഡിലുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഈ സൈഡ് പറയുന്നില്ല കേട്ടോ. ടെൻസ് എടുക്കുന്ന ടൈമിൽ ഞാനത് പറയാം. ഇപ്പോഴത്തെ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോ മെയിൻ വേർബിലേക്ക് പോവാം. നമുക്ക് വേർബില് മെയിൻ വേർബ് ഉണ്ട്, ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്. ഓക്കെ, മെയിൻ വേർബിൽ നോക്കി റെഗുലർ വേർബ് ആൻഡ് ഇറഗുലർ വേർബ്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഓക്കെ, അതില് ഫസ്റ്റ് നമുക്ക് ട്രാൻസിറ്റീവ് വേർബ് നോക്കാം കേട്ടോ. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോ ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഓപ്പൺഡ് ദ ഡോർ, ഞാൻ ഡോറ് തുറന്നു. ഐ ഓപ്പൺഡ് ദ ഡോർ. ഇതില് ഈ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഏതാണ്? ഡോർ ആണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റ് പറയാതെ സെന്റൻസ് പറയാണെന്ന് വിചാരിക്കും. ഐ ഓപ്പൺഡ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? No, ma'am. No, ma'am. Yeah. Without object, the sentence is not completed. Okay. I opened എന്ന് പറഞ്ഞാല് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താണ് തുറന്നത്, നീ എന്താ ഓപ്പൺ ചെയ്തത്? കാരണം സെന്റൻസ് കംപ്ലീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ? എന്താണ് ഓപ്പൺ ചെയ്തത്? സോ അത് ഒബ്ജക്റ്റ് അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഐ ഓപ്പൺ
ദ ഡോർ, ഞാൻ ഡോർ തുറന്നു. സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ അത് എന്താണ്? ട്രാൻസിറ്റീവ് verb ആണ്. A transitive verb that requires a direct object to complete its meaning in a sentence. Okay? ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ആ സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് verb ആണ്. അപ്പോ ഐ ഓപ്പൺഡ് ദ ഡോർ എന്ന് പറയുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോർ ആണ്. സോ ഇതിലെ ട്രാൻസിറ്റീവ് verb ഏതാണ്? ഓപ്പൺഡ്. ഓപ്പൺഡ് ആണ് ട്രാൻസിറ്റീവ് verb എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് സെന്റൻസ് ആണെങ്കിലോ, ഷി സെന്റ് എ ലെറ്റർ. ഷി സെന്റ് എ ലെറ്റർ. ഷി സെന്റ് എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല, ക്ലിയർ അല്ല, കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് അവിടെ വേണം. സോ ലെറ്റർ ഇസ് ആൻ ഒബ്ജക്ട്. സോ ഇവിടെ ട്രാൻസിറ്റീവ് verb is sent. Okay. Sent ആണ്. നെക്സ്റ്റ് he bought a car. He bought a car. കാർ വാങ്ങി എന്നാ പറയുന്നത്. വാങ്ങി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല അല്ലെ. അപ്പൊ അവൻ കാർ വാങ്ങി എന്ന് പറയുമ്പോഴാണ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുക. അതുകൊണ്ട് ബോട്ട് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് verb ആണ്. ക്ലിയർ ആയോ? ക്ലിയർ? ആക്ഷൻ verb, സ്റ്റേറ്റ് verb and transitive verb ക്ലിയർ ആണ്? ക്ലിയർ. ഓക്കെ, then intransitive verb. അപ്പൊ intransitive verb എന്തായിരിക്കും? ട്രാൻസിറ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് മീൻസ് ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ. പറയൂ. ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ വരുന്ന സെന്റൻസ് കംപ്ലീറ്റ് ആവാതെ. ഒബ്ജക്റ്റിന്റെ സഹായമില്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻട്രാൻസിറ്റീവ് verb ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീസ് ലാഫിംഗ്, മൈ ഗ്രാൻഡ് പാരന്റ്സ് ലാഫിംഗ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ അവിടെ? ഉണ്ടോ? നോ മാം, നോ. പക്ഷെ സെന്റൻസ് കംപ്ലീറ്റ് അല്ലേ? യെസ് മാം. അത്രയേ ഉള്ളൂ കേട്ടോ. We arrived in the afternoon. ഞങ്ങള് ഉച്ചയ്ക്ക് എത്തി. അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ? There is no object. No. Yeah, but the sentence is complete. അല്ലെ? Intransitive verbs cannot have a direct object to complete their meaning. Intransitive verbല് ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. Then I was sleeping എന്ന് പറയുന്ന സെന്റൻസിൽ verb ഉണ്ട് അല്ലെ? അവിടെ ഇൻട്രാൻസിറ്റീവ് verb ഏതാണ് സെന്റൻസിൽ? സ്ലീപ്പിംഗ് ആണ് അല്ലെ? We arrived in the afternoon. arrive ആണ് അവിടെ ഇൻട്രാൻസിറ്റീവ് verb വരുന്നത്. പക്ഷെ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ കൂടി അത് എന്താണ്? ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ക്ലിയർ ആണ്? അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് റെഗുലർ ആൻഡ് ഇറഗുലർ verb. അതായത് നമുക്ക് ഒരുപാട് verb അറിയാം അല്ലെ? നമ്മൾ ഇപ്പോ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പോ പഠിക്കുകയാണ് അല്ലെ? പഠിക്കുക എന്ന് പറയുമ്പോ വേർഡ് എന്താ? ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്റ്റഡി ആണ്. സോ നമുക്ക് 3 ഫോംസ് ഉണ്ട് അല്ലെ? വേർബില് നമുക്ക് 3 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? V1, V2, V3 ഫോം. ഓക്കെ, അതായത് ബേസ് ഫോം, സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം. കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലെ? V1, V2, V3 എന്ന് കേട്ടിട്ടുണ്ട്. അതില് നമ്മൾ പറയാ ഫസ്റ്റ് V1 എന്താ പറയാ? പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ്. V2 എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ. പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ 3 ഫോംസ് ഉണ്ട്. ഇതൊന്നും എഴുതിയെടുക്കണ്ട കേട്ടോ, ഞാൻ പറയാം ആ ടൈമിൽ എഴുതിയെടുക്കാം. അപ്പൊ 3 ഫോംസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു വേർഡ് സ്റ്റഡി. ഈ സ്റ്റഡിയുടെ 2 ഫോംസ് എങ്ങനെയാണ് പറഞ്ഞേ? സ്റ്റഡീഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പ്ലേ എന്താണ്? പ്ലേഡ്. ജമ്പ് ആണെങ്കിലോ?
Jump, jumped, jumped, Jump, jumped, jumped. Open, Opened, opened. 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 Okay. ഇനിയിപ്പോ അടുത്തൊരു സെന്റൻസ് റൈറ്റ്. Wrote, Write, written. Yeah, write, wrote, written. written. Okay, come. Came, Come. Yeah, come, came, come. Go. Go, go, went, gone, gone. Yeah, go, went, gone. Okay, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കുറച്ച് വേർഡും ഇപ്പൊ പറഞ്ഞ വേർഡും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. ED form അല്ല അല്ല. അതെ, ED ഫോം അല്ല. അപ്പൊ ED ഫോം, ED വെച്ച് വരുന്ന വേർബ് എന്താണ്? റെഗുലർ വേർബ് ആണ്. ഓക്കെ, ED ചേർത്ത് വരുന്ന വേർബുകള് റെഗുലർ വേർബ് ആണ്. അത് റെഗുലർ ആയിട്ട് പോകുന്ന വേർബിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയാം. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ജംപ്, ജംപ്, ജംപ്ഡ്. ഓക്കെ, അതൊക്കെ എന്താണ്? റെഗുലർ വേർബ് ആണ്. ഇനി ഇറഗുലർ വേർബോ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? B2, B3 ഡിഫറെന്റ് ആയിരിക്കും. റൈറ്റ്, റോഡ്, റിട്ടേൺ, ബ്രിങ്, റൺ, റൺ, ഗെറ്റ്, ഗോട്ട്, ഗോട്ട്, ഗോ, വെന്റ്, ഗോൺ. ഇതൊക്കെ എന്താണ്? ഇറഗുലർ വേർബ് ആണ്. Clear? ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോ നമ്മൾ ഈ സൈഡ് ഫുള്ള് കവർ ചെയ്തു. എന്താണ് വേർബ് എന്താണെന്ന് മനസ്സിലായി. അതില് ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബ് എന്താണെന്ന് മനസ്സിലായി. ദെൻ നമ്മൾ പഠിച്ചത് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്, ദെൻ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആണ്. ഹെൽപ്പിംഗ് വേർബിനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ടെൻസ് എടുക്കുന്ന ടൈമിലാണ് അത് കുറച്ചുകൂടി എളുപ്പം എടുക്കാനായിട്ട്. ഇപ്പൊ എടുക്കാൻ ഒന്നും മനസ്സിലാവില്ല. അതായത് ഈസ്, ആം, ആർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെയാണ്. അത് കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന അതാണ്. ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുമ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ ആണ്. സോ ആ ടൈമിൽ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ മാം, അത് ഓക്സിലറി വെർബ് അല്ലേ? ഓക്സിലറി വേർബും ഹെൽപ്പിംഗ് വേർബും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ ടെക്സ്റ്റിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയൊന്നും ഞാൻ എടുക്കുന്നില്ല. ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. സോ ആ ടൈമിൽ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാം. പിന്നെ ബാക്കി ഒന്നും ഇതിൽ എടുക്കാനില്ല. ഓക്കെ, നെഗറ്റീവ്സ് ആണ്. ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് ടെൻസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റൂ. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരും കൂടെ ഉണ്ട്. സോ ടെൻസ് എടുത്തതിന് ശേഷം നമുക്ക് റിട്ടേൺ ഈ ചാപ്റ്ററിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വേർബ് എന്താണ് അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നെടുത്ത് എന്തൊക്കെയാണ് എന്നൊന്ന് പ്രസന്റ് ചെയ്ത് എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായതും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എക്സാമ്പിൾസ് പറയാം. എന്റെ എക്സാമ്പിൾ തന്നെ പറയണം ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറയുന്ന പോലെ തന്നെ പറയണമെന്നില്ല. എല്ലാവർക്കും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേ ഓഫ് ടീച്ചിങ് ആണ്, ലേണിംഗ് ആണ്. സോ ആ രീതിയിൽ നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്ലിയർ? ചെയ്യാം, നമുക്ക് പ്രസന്റ് ചെയ്യാം. ഒന്നും വേണ്ടതില്ലല്ലോ, ചെയ്യാം. ആരൊക്കെ റെഡിയാണ്? യെസ് മാം. റെഡി ആക്കുന്ന പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യാവോ? അപ്പൊ എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ ആണ് വിളിക്കാനായിട്ട്. സുബി പറഞ്ഞോളൂ. ഇന്ന് പഠിപ്പിച്ചിരിക്കുന്ന verb ആയിരുന്നു. What is basically verb? Verb basically means any action which we perform. Verb has been divided into two different parts. First one is action verb. Second one is state verb. Action verb means physical activity which we do, physical actions which we do. State verb is a statement which we say. Like I am starving. So starving is a statement which we are saying. Okay, and verb has been divided into two main parts. That is ordinary verb and helping verb. Okay, today we have learned about ordinary verb and its parts.
So ordinary verb is a main verb. Okay. And it's been divided into two parts again. First one is regular verb and second one is irregular verb, which has been again simultaneously divided into two parts, that is transitive verb and intransitive verb. First, I would be telling about transitive and intransitive verb. Transitive verb is a word used to complete the statement, like he opened the door. Okay, so open is a help which we are taking in a statement. If I say he opened, then again we are having a question that what. So in order to complete that, I have joined door. So to complete a statement, the word which is being used, that is an intransitive verb. And exactly opposite is intransitive verb, like where in a statement we don't require any sort of help to complete this statement, like I reached in evening. And regular verb and irregular verb. Ma'am, regular verb and irregular verb. Regular verb, another confusion. കൺഫ്യൂഷൻ വേണ്ടല്ലോ, എക്സാമ്പിൾ പറയൂ. Ma'am, irregular verb basically means it's an helping verb. As an example, like I took a break. And irregular verb basically Examples of irregular verbs, which is write, wrote, written. okay, ma'am. Okay, so ഇതിന് കൺഫ്യൂഷൻ ഉണ്ടോ? Ma'am, regular verb or irregular verb slightly confusion ഉണ്ടായിരുന്നു. മാം ഞാൻ പറയട്ടെ, റെഗുലർ വെർബ് ഇറഗുലർ വെർബ്. റെഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഇ ചേർത്ത് വരുന്ന വെർബ്സ് ആണ്. അപ്പൊ ജമ്പ്, ജംപ്ഡ്, ജംപ്ഡ്, V1 V2 V3. V1ഉം V2ഉം V3യും സെയിം ആയിട്ട് ഇ വരുന്നതാണ് റെഗുലർ വെർബ്. അതല്ലാതെ ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഗോ, വെന്റ്, ഗോ, വെന്റ്, ഗോൺ. അപ്പൊ അത് V2ഉം V3യും ഡിഫറെന്റ് ആയിട്ട് വരും. അങ്ങനെയുള്ളത് ഇറഗുലർ വെർബ്. കറക്റ്റ് അല്ലേ മാം? ഓക്കെ, താങ്ക് യു മാം. കുറച്ച് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് ഞങ്ങൾക്ക് നോട്ട്സ് തരാം കേട്ടോ. അത് നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്യില്ല, എഴുതിയെടുക്കണം. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഫെമിലിയർ ആകും. അത്യാവശ്യം നമ്മൾ വേർബ് വൊക്കാബുലറി കുറച്ച് പഠിക്കേണ്ടതുണ്ട്. മസ്റ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം നിങ്ങൾ അത്യാവശ്യം വൊക്കാബുലറി പഠിക്കാൻ നോക്കുക. ഓക്കെ, ഗ്രാമറിന്റെ കൂടെ തന്നെ വൊക്കാബുലറിയും വേണം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയാ? ഞാൻ പറയുന്നു. വെർബ് എന്ന് വെച്ചാൽ ആക്ഷൻ വേർഡ് ആണ്, ഓർ ഡൂയിങ് വേർഡ്. അതിന് വെർബ് എന്ന് വിളിക്കും. വെർബ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ആക്ഷൻ വെർബ് ആൻഡ് സ്റ്റേറ്റ് വെർബ്. വാട്ട് എവർ ദ ആക്ഷൻ വി ആർ ഡൂയിങ് വിത്ത് അവർ ബോഡി, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആക്ഷൻ വെർബ്. Examples: jumping, writing, dancing, clapping are the examples. And state verb are usually involved in the statements. Examples: I am a teacher. Here teacher is the state verb. നമ്മളുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളത് കാണിക്കാൻ സ്റ്റേറ്റ് വെർബ്. ഇപ്പോൾ 2 types അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെർബ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, കൂടാതെ ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. അങ്ങനെ 4 types ക്ലാസിഫിക്കേഷൻ ഉണ്ട് മെയിൻ വെർബിൻ്റെ. അതിൽ റെഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഇ ഫോംസ് ആഡ് ചെയ്ത് വരുന്ന വെർബാണ് റെഗുലർ വെർബ്. ഇറഗുലർ വെർബ് ഇ ഡി ഫോംസ് ആഡ് ചെയ്യാതെ V1 V2 V3 അതിൽ 3ഉം ഡിഫറെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ചിലത് സെയിം ആയിരിക്കാം. അങ്ങനെ വരുന്നത് ഇ ഡി ഫോം ചേർത്ത് വരാത്ത വെർബുകൾ ഇറഗുലർ വെർബ്സ് എന്ന് അറിയപ്പെടുന്നു. പിന്നെ ട്രാൻസിറ്റീവ് വെർബ് സെൻറ്റൻസ്, ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിൽ വരുന്ന
വെർബുകൾ. അവർ മീൻസ് സെൻറ്റൻസ് വോണ്ട് ഗീവ് ദ കംപ്ലീറ്റ് മീനിങ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, ആര് ചെയ്തു, എന്ത് ചെയ്തു, ആക്ഷൻ ആരാ ചെയ്ത്, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിൽ വരുന്ന വെർബുകളാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ഐ ഓപ്പൺഡ്. ഇവിടെ ഓപ്പൺഡ് ആണ് ട്രാൻസിറ്റീവ് വെർബ്. ഇനി അതേപോലെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും, പക്ഷെ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, എന്നാലും സെൻറ്റൻസ് മീനിങ് കംപ്ലീറ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന വെർബുകളെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, വി അറൈവ്ഡ് ഇൻ ദി ആഫ്റ്റർനൂൺ. ഇവിടെ അറൈവ്ഡ് എന്നുള്ളത് ആ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല, എന്നിരുന്നാലും ആ സെൻറ്റൻസ് മീനിങ് കംപ്ലീറ്റ് ആണ്. അങ്ങനെ വരുന്ന വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നു. ഓക്കെ. ഓക്കെ ഓക്കെ പ്രസീത. അപ്പൊ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ആരും പ്രസന്റ് ചെയ്യാൻ റെഡി അല്ലല്ലോ. എന്താണ്? എന്തുകൊണ്ടാണ്? മനസ്സിലാവാഞ്ഞിട്ടാണോ? പറയൂ. നീ ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവരും കൂടിയാണ് ചോദിക്കുന്നത് ഞാൻ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മാം ഒന്നുകൂടെ റെഗുലർ വേർബും ഇറഗുലർ വേർബ് ഡെഫിനേഷൻ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ. മീൻസ് ഒരു പ്രോപ്പർ ഒരു മീൻസ് എക്സാമ്പിൾ ആകാതെ ഒരു ഡിഫൈൻ ചെയ്ത രീതിയിൽ. ടെക്സ്റ്റ് ചെയ്യണോ? ഞാൻ പറഞ്ഞാ മതിയോ? മാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. പ്രത്യേകിച്ചൊന്നുമില്ല. verb P2, V3 are formed by adding suffix ed. Okay. ed ചേർത്ത് വരുന്ന V2, V3 ആണ് എന്ത്? Regular verb എന്ന് പറയുന്നത്. Okay. A regular verb is a verb that V2 and V3 are formed by adding suffix ed. Yeah. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. മാം ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ മാം വേർബിന്റെ അപ്പാർട്ട് ഫ്രോം ടെക്സ്റ്റ് 2 വേർബ് എക്സ്ട്രാ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പാർട്സ് ഓഫ് വേർബ് നമ്മൾ 4 പാർട്സ് ആണോ പറയേണ്ടത്, അതോ 2 പാർട്സ് തന്നെയാണോ പറയേണ്ടത്? 4 പാർട്സ് അല്ലല്ലോ ശരിക്കും വരാം. Because ഇപ്പൊ ലൈക് ഫസ്റ്റ് ആക്ഷൻ വേർബ്, സ്റ്റേറ്റ് വേർബ്, ഓർഡിനറി വേർബ്, ഹെൽപ്പിംഗ് വേർബ്. അതില് 4 പാർട്സ് ആയിട്ടൊന്നും പറയണ്ട. ജസ്റ്റ് പാർട്സ് ആയിട്ടൊന്നും പറയണ്ട. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ മാം. പാർട്സ് ആവുന്നതൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ മാം. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. A regular verb is a verb whose V2 and V3 are formed by adding suffix ed. ed ചേർത്ത് വരുന്ന V2, V3 വേർബുകളാണ് എന്ത്? റെഗുലർ വേർബ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇറഗുലർ.
Next, a verb whose V2 and V3 follows V3 R follows a different pattern is called irregular verb. V3 കഴിഞ്ഞിട്ട് ഒരു R ഉണ്ട്. V3 R follows a different pattern is called irregular verb. കറക്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്രമരഹിതമായി പോകുന്ന വെർബുകളാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. Okay, just wait a second. ഓക്കെ, ഇത് കഴിഞ്ഞു എല്ലാവരും. നമുക്ക് കുറച്ച് വേർബ് എഴുതാം കേട്ടോ. പറയണം. ഓക്കെ, മഞ്ജു പറഞ്ഞോളൂ. മാം പറയട്ടെ. പറയൂ. വെർബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെർബ്സ് ആർ ടു ടൈപ്പ്, ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും. ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യം ചെയ്യുന്ന പ്രവൃത്തികൾ. അത് ഉദാഹരണം ജമ്പ്, വോക്കിങ്. പിന്നെ സ്റ്റേറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ, ഹാപ്പി, അതൊക്കെ പറയുന്ന സ്റ്റേറ്റ് വെർബായിട്ട് വരും. പിന്നെ ട്രാൻസിറ്റീവ് വെർബ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ചേർത്ത് വരുന്ന സെന്റൻസുകളിൽ കംപ്ലീറ്റ് ആവുന്നതാണ് ട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ചേരാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. ഉദാഹരണം, ട്രാൻസിറ്റീവ് വെർബിന്റെ ഉദാഹരണം നമ്മൾ ഒരു ഡോർ ഓപ്പൺ ആക്കുന്നത്, ഓപ്പൺ ഡോറ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ചേരാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ റെഗുലർ വെർബ് V1, V2, V3. ഇതിലെ V2ഉം V3യും ED ചേർന്ന് വരുന്ന വാക്കുകൾ. ഉദാഹരണം പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ജമ്പ്, ജംപ്ഡ്, ജംപ്ഡ്.
ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ V1ഉം V2ഉം V3ഉം ആർ ഡിഫറെന്റ്. ഗോ, വെന്റ്, ഗോൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഓക്കെ മാം? ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, ജസ്റ്റ് പ്രസന്റ് ചെയ്യാൻ നോക്കും. ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? മിസ്സേ, എനിക്കൊരു ഡൗട്ട് ഉണ്ടേ. നമ്മുടെ ഈ റെഗുലർ വെർബിനകത്ത് ED V2ഉം V3ഉം ED വരുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ മേളിൽ കൊടുത്തേക്കുന്നതിനകത്ത് പാസസ് എന്ന് കൊടുത്തതിനകത്ത് ES അല്ലേ വന്നേക്കുന്നേ? അപ്പൊ അത് റെഗുലർ വെർബിനകത്താണോ വരുന്നേ? ഡൗട്ട്. പാസസ് അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, പാസസ് അല്ല, പാസ്റ്റ് അല്ലേ വരാ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. പാസ്റ്റ് എന്നല്ലേ നമ്മൾ പറയാ. സോ മിസ്റ്റേക്ക് ആണ്. അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് കിട്ടുമ്പോ നോക്കിയാൽ മതി. ഓക്കെ, ചിലപ്പോ അങ്ങനെ ചിലതിലൊക്കെ ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാറുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഒരു പറയാൻ എന്തൊരു മടി, സംസാരിക്കാൻ എന്തൊരു മടി? എന്താണ്? കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? മിസ്സേ, ഞാൻ ലേറ്റ് ആയിട്ടായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഇപ്പൊ ഇവര് പ്രസന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കേട്ടത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഐ മീൻ സോറി. ഓക്കെ, ഇന്ന് നമ്മൾ മെയിൻലി വെർബിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്ന ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ്. ആക്ഷൻ വെർബ് മീൻസ് ഫിസിക്കൽ ആക്ട്സ് അല്ലേ? ജമ്പിങ്, പ്ലേയിങ്, സ്റ്റഡിയിങ്, അങ്ങനത്തെ ഒക്കെ. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റേറ്റ് വെർബ്. അതായത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെയിങ് വരുമ്പോൾ അതിനെ നോട്ട് ചെയ്യുന്നതിനാണ് സ്റ്റേറ്റ് വെർബ് പറയുന്നത്. പിന്നെ മെയിൻലി ക്ലാസിഫിക്കേഷൻ ഓർഡിനറി വെർബ്, മെയിൻ വെർബ്. അതിന് അഗെയിൻ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റെഗുലർ വെർബും ഇറഗുലർ വെർബും അല്ലേ? അതിൽ റെഗുലർ വെർബ് ഇപ്പൊ നമ്മൾ V1, V2, V3 പഠിച്ചതിൽ V2ഉം V3ഉം ED ഫോമിൽ അവസാനിക്കുന്നതാണ് റെഗുലർ വെർബ്. എക്സാമ്പിൾസ് ആണെങ്കിൽ ജമ്പ്, ജംപ്ഡ്, അതുപോലെ പ്ലേഡ്, പ്ലേഡ് അങ്ങനെ വരുന്നത്. പിന്നെ ഇറഗുലർ വെർബ് പറയുകയാണെങ്കിൽ V2, V3 ഡിഫറെന്റ് ഫോംസിൽ വരുന്നത് ആണോ? നെക്സ്റ്റ് പിന്നെ ട്രാൻസിറ്റീവ് വേർബ്സിൽ പറയുന്നത് നമ്മളൊരു വേർഡ് കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ട്രാൻസിറ്റീവ് വെർബ്. പിന്നെ വരുന്നത് ഇൻട്രാൻസിറ്റീവ് വെർബ്. അതായത് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വൈസ് ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ ഒരു സെന്റൻസ് അത് മീനിങ് ഫുൾ ആയിരിക്കും അല്ലേ? ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി പേര് രഞ്ജിത. ഓക്കെ, പിന്നെന്താ? ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? എന്താണ് മഞ്ജുചിരിക്കുന്നത്? എനിക്ക് ഇമോജി മാറിപ്പോന്നാണ് നിങ്ങള് കറക്റ്റ് അങ്ങനെയാണോ വയ്ക്കുന്നത്? ചിരിക്കാണോ? ഞാൻ പറയട്ടെ. ഓക്കെ, അലീന പറഞ്ഞാ മതി കേട്ടോ. പിന്നെ പറയാട്ടോ മിസ്. ഓക്കെ, പറഞ്ഞാ മതി. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സ്പീഡ് ഉണ്ടോ? കുറച്ച് സ്പീഡ് ഉണ്ടല്ലേ? ഓക്കെ ആണ്, മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എന്താണിത്? നല്ലപോലെ ക്ലിയർ ആവുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാം? ഈ ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരോ? പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇതേപോലെ ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക്? നിങ്ങള് ഓക്കെ ആണ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. എനിക്ക് അല്ലെങ്കിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈ ആകില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോ ഇപ്പോ ഷംസി അല്ലേ ചോദിച്ചേ? അതെ മാം.
ഷംസിപ്പൻ നോട്ട്ബുക്കിൽ എഴുതുകയല്ലേ? നോട്ട്ബുക്കില് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എന്നൊക്കെ എഴുതി അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പൊ നോട്ട് എഴുതാണെന്ന് വിചാരിക്കും. അതിന് ഇംഗ്ലീഷ് പറയാം. ഐ എം റൈറ്റിംഗ് നോട്ട് അങ്ങനെയാണ് റൈറ്റിംഗ് എ നോട്ട് എന്ന് പറയാം, കുഴപ്പമില്ല. റൈറ്റിംഗ് എ നോട്ട്, അല്ലെ? നോട്ട് എഴുതാണ് എന്നാ പറയുന്നത്. അപ്പോ അതില് ഷംസി പറഞ്ഞു നോട്ട് എഴുതാണെന്ന് പറഞ്ഞു. ഷംസി ഞാൻ എഴുതാണെന്ന് മാത്രം പറഞ്ഞേ. ഐ എം റൈറ്റിംഗ്. അപ്പോ എന്നോടാണത് പറഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് എഴുതുന്നത് ചോദിക്കും. പൊതുവെ ചോദിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം? എന്താ സെന്റൻസ് കംപ്ലീറ്റ് അല്ലല്ലോ, അല്ലെ? ഷംസി പറഞ്ഞു എഴുതാണ്. അപ്പൊ ഞാൻ ചോദിക്കണം എന്താണ് എഴുതുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ ഷംസി രണ്ടാമത് പറയും നോട്ടാണ് എഴുതുന്നതെന്ന് പറയും. ഏറ്റവും നല്ലത് സെന്റൻസ് കംപ്ലീറ്റ് ആക്കി ആദ്യം പറയുന്നല്ലേ. ഞാൻ നോട്ടാണ് എഴുതുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വരുമോ? ഇല്ല. അപ്പൊ ഒബ്ജക്റ്റ് നമ്മൾ അവിടെ ഒരു സെന്റൻസ് പറയുമ്പോ ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെയാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് അപ്പൊ എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്? ആ വെർബ് എന്താണ്? ട്രാൻസിറ്റീവ് വെർബ് ആകും. പറഞ്ഞ പോലെ റൈറ്റിംഗ് എ നോവൽ, ഐ ആം റൈറ്റിംഗ് എ നോട്ട് എന്ന് പറയുമ്പോ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നോട്ടാണ്. വെർബായിട്ട് വരുന്നത് എന്താ? അവിടെ വെർബ് എന്താ? ഏതാണ് വെർബ്? ഏതാണ് വെർബ്? മീൻസ് ചെയ്ത പ്രവൃത്തി, റൈറ്റ് അല്ലേ? അപ്പൊ റൈറ്റിംഗ് ആണ് അവിടെ ട്രാൻസിറ്റീവ് വെർബ്. കാരണം നോട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? എഴുതുക എന്നുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ പ്രവൃത്തി എന്തായി? ട്രാൻസിറ്റീവ് വെർബായി. ഓക്കെ. ഇനിയിപ്പോ ഷംസി നോട്ട് എഴുതി കഴിഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കാൻ ഷംസി എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷംസി പറയും ഞാൻ ക്ലാസ് കേൾക്കുകയാണ്, അല്ലെ? ഐ ആം ലിസണിങ് യുവർ ക്ലാസ് എന്ന് പറയും, അല്ലെ? ഐ ആം ലിസണിങ് എന്ന് പറയും. കൂടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ എന്നാലും അത് സെന്റൻസ് കംപ്ലീറ്റ് അല്ലേ. ഞാൻ കേൾക്കാണ്, അല്ലെ? അപ്പൊ അതെന്താണ്? ആ പറഞ്ഞ ഒരു വെർബ്, അതിലൊരു വെർബ് പറയുന്നുണ്ട്, അല്ലെ? ആ സെന്റൻസ് വെർബ് ഉണ്ട്. ആ വെർബ് എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും വരാം? ഏത് വെർബാണ് അപ്പൊ അത്? ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വരുന്ന വെർബ് ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ വരുന്ന വെർബ് ഏതായിരിക്കും? വെർബാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഏറ്റ് ദ കേക്ക്. അവള് കേക്ക് കഴിക്കാണ്. ഓക്കെ, അവള് കേക്ക് കഴിച്ചു എന്ന് പറയാം. ഷീസ് ഈറ്റിംഗ് ദ കേക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, ഷീസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ സെന്റൻസ് കംപ്ലീറ്റ് ആകുമോ? ഇല്ല. അവൾ എന്താണ് കഴിക്കുന്നതും കൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കേൾക്കുമ്പോൾ അത് കൺവേ ആകും, അല്ലെ? മനസ്സിലാക്കാൻ പറ്റും. സോ അവിടെ കേക്ക് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്, ഈറ്റിംഗ് എന്ന് പറയുന്നതാണ് എന്ത്? ട്രാൻസിറ്റീവ് വെർബ്. ക്ലിയർ? മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഒരുപാട് ആലോചിച്ച് തലവുണ്ടാക്കണ്ട കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കും. ഇത് വലിയ വലിയ ടോപ്പിക്കേ അല്ല. എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലായി, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഏകദേശമൊക്കെ മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പഠിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരാള് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഓരോരുത്തരും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യൂ. കാരണം നിങ്ങൾ പറയുന്നത് ചിലപ്പോ മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞ എല്ലാവരും പലർക്കും പല രീതിയിലാണ് അവര് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. വേ ഓഫ് ലേണിംഗും വേ ഓഫ് ടീച്ചിങ്ങും ഡിഫറെന്റ് ആണ്, അല്ലെ? ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്നത് ചിലപ്പോ ചിലർക്ക് ടഫ് ആയിട്ട് തോന്നാം. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആകും. മനസ്സിലായോ? അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്ന നിങ്ങൾക്കും കുറച്ചൊരു ബെനിഫിറ്റ് ആണ്. കാരണം പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. മനസ്സിലായോ?
അതിനു വേണ്ടിയാണ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. പ്രസന്റ് ചെയ്യാം മാക്സിമം. ടീച്ചേഴ്സ് ആണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. സ്റ്റുഡൻസ് അല്ല, നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ വരാണെങ്കിൽ ഒരു ക്ലാസ് എടുക്കേണ്ടി വരും. അന്നേരത്ത് അവിടെ ചെല്ലുമ്പോൾ പേടിച്ചതിന്റെ കാര്യമുണ്ടോ? ടെൻഷൻ വരും. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ എടുക്കുമ്പോ ഒന്നില്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, ക്ലാസ് എടുക്കാൻ ഒരു ധൈര്യം കിട്ടും, ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. പെട്ടെന്ന് ഒരു ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ വരില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ആ ഒരു ടെൻഷൻ മാറ്റി പോവാൻ നോക്കാം. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും കേട്ടോ. ഇവിടെ എനിക്ക് പോലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ മാറ്റണ്ടേ നമുക്ക്, അല്ലെ? കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കണ്ടേ? എല്ലാവരും ഏറ്റവും വലിയ ആഗ്രഹം ഒരു ടീച്ചർ ആവാന്നുള്ളത്, അല്ലെ? കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ടീച്ചർ ആവാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. നമ്മളെ പഠിപ്പിക്കുന്ന പെൺകുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിച്ചാണ് എല്ലാ ടീച്ചേഴ്സും ക്ലാസ്സിൽ പോയി എടുക്കുന്നത്, അല്ലെ? സോ അങ്ങനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസ് മനസ്സിലാക്കണം, നമ്മൾ അത്രയും അവരോട് ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ അവിടെ കൂളായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് റിലാക്സ് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റൂ. ശരിയല്ലേ? നമ്മളെ ടെൻഷൻ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഒരിക്കലില്ല. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, നമ്മുടെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ഔട്ട് ആയി പോകും. അതുകൊണ്ട് ആ പേടി എല്ലാം മാറ്റിയിട്ട് വേണം നമ്മള് ക്ലാസ് എടുക്കാൻ പോവാൻ. പേടി മാറ്റാനായിട്ട് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഇതാണ് കേട്ടോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ മാറ്റാം. ഫേസ് ടു ഫേസ് നോക്കി ക്ലാസ് എടുക്കണ്ടേ? വേണ്ടേ? എനിക്ക് ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ് വന്നെടുത്തപ്പോ എനിക്ക് എന്റെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് മാറ്റി, അത് ശീലായി. മനസ്സിലായോ? ഇംപ്രൂവ് ചെയ്യും, നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാം. നമുക്ക് തന്നെ അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് തന്നെ അറിയാൻ പറ്റും. സോ മാക്സിമം നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാൻ നോക്കാം, ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഓരോ ദിവസവും നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് വേണം. വെറുതെ നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നത്. എന്നോടല്ലേ സംസാരിക്കും? ഞാൻ കംഫർട്ടബിൾ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആണ്. എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? എന്താ പറഞ്ഞേ? ഇല്ല. പ്രസന്റ് ചെയ്യാത്ത എന്താ? പിന്നെ പേര് ടെക്സ്റ്റ് ചെയ്യാൻ പറയുമ്പോ ആരും ടെക്സ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് റീസൺ? എന്താ പറയൂ, ഓപ്പൺ ആയിട്ട് തന്നെ പറയൂ. ഒത്തിരി ദിവസം ലീവ് അല്ലായിരുന്നു, അപ്പൊ അതിന്റെ ഓണത്തിന്റെ ആയുള്ള ക്ഷീണമായിരിക്കും എല്ലാവർക്കും. ഓണത്തിന്റെ ഒരു ഹാങ് ഓവർ ആണല്ലോ. എനിക്ക് പേടിയായിട്ട് അതാണ് കാര്യം. പേടിയോ? തെറ്റിപ്പോകുന്ന പേടിയാ. മറ്റുള്ള അലീന മോളാണോ മോനാണോ? മോളാ. നല്ല ആക്റ്റീവ് ആണല്ലോ. ലീവ് കിട്ടിണ്ടാ. എന്തോ? ഇന്നൊരു ലീവ് കിട്ടിണ്ടാ. ഓ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ തെറ്റി പോകുന്നുള്ള പേടിയല്ലേ? തെറ്റി പോകുമെന്ന് വിചാരിച്ച പേടി ഉണ്ടാവും? ഇല്ല, നിങ്ങൾ പറയുന്നതൊക്കെ പൊട്ടത്തെറ്റാണെന്നേ അങ്ങനെ വിചാരിക്കൂ. ഇപ്പൊ പേടി മാറിക്കോളൂ. ആരും കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല, എല്ലാരും തെറ്റാ പറയുന്നത്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പകുതി ഇംഗ്ലീഷ് കൂട്ടുന്നുണ്ട്. എനക്ക് അങ്ങനെ പറ്റുമോന്ന് അറിയില്ല, അതുകൊണ്ടാ ഞാൻ പിന്നെ ട്രൈ ചെയ്യാതെ. നമ്മൾ വിചാരിച്ച നടക്കാതെ ഒന്നുമില്ല. അത് വെറുതെ ചുമ്മാ പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, വിചാരിച്ചാൽ പറ്റും. പക്ഷെ വിചാരിക്കണം. തെറ്റിക്കോട്ടേന്നേ. തെറ്റിയ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ശരണ്യ ഇപ്പൊ ഇംഗ്ലീഷില് പ്രസന്റ് ചെയ്തു എന്ന് വിചാരിക്കൂ. നിങ്ങൾ ആരെങ്കിലും കളിയാക്കോ? അതില്ല. ബാക്കിയുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും കളിയാക്കോ? അറിയൂ. എന്തിനാ അഭിമാനം തോന്നത്തില്ലേ? അതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് സംസാരിക്കണം എന്നൊരു മറ്റുള്ള ആഗ്രഹങ്ങളും വരും. ശരിയല്ലേ? അവളെ പോലെ എനിക്കെങ്കിലും കുറച്ചെങ്കിലും സംസാരിക്കണം എന്ന് നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം തോന്നും. ഇപ്പോ ശരണ്യെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാല് ശരണ്യക്കത് ശരണ്യ ചോദിച്ചു ഞാൻ എങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ച് സംസാരിക്കില്ല. പക്ഷെ ഒരു ധൈര്യം വന്ന് സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് എന്താ തോന്നാന്ന് നിങ്ങൾക്കറിയോ? അവള് സംസാരിച്ചു. സോ അപ്പൊ ശരണ്യെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആണ് കിട്ടുക.
മനസ്സിലായോ? എനിക്കും അതുപോലെ സംസാരിക്കണം എന്ന് മാത്രം അവർക്ക് തോന്നുന്നു. അല്ലാതെ ഈ എന്താണ് ശരണ്യ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നേ എന്നാരും വിചാരിക്കില്ല കേട്ടോ. ഇവൻ ഞാൻ പോലും അങ്ങനെ വിചാരിക്കില്ല. തെറ്റിൽ നിന്ന് മാത്രമേ പഠിക്കൂ. അതുകൊണ്ട് പൊട്ടത്തെറ്റാണെങ്കിൽ വിളിച്ച് പറയും. ഓക്കെ, പണ്ടല്ലോ സ്കൂൾ പണ്ട് എന്തോ? സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാന് 2 സ്ഥലത്തായിട്ടാണ് പഠിച്ചത്. ഒന്ന് അച്ഛന്റെ നാട്ടിലായിരുന്നു. അപ്പം പിന്നെ അവിടുന്ന് ബസ്സിലെല്ലാം കയറി പോണ്ടോണ്ട് എന്നെ അമ്മേന്റെ നാട്ടിൽ കൊണ്ടാക്കി. അപ്പൊ അവിടെ അമ്മമ്മേന്റെ കുടുംബത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ LPയിൽ നിന്ന് അവിടുന്ന് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ ആരുമില്ല. അപ്പൊ അത് എന്തെങ്കിലും ഡൗട്ട് വന്നാല് ടീച്ചർ കളമ്പുവെന്നുള്ള പേടിയിൽ ഡൗട്ട്സ് ഒന്നും ചോദിക്കലില്ല. അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പം ഇതുപോലെ ഇംഗ്ലീഷിന്റെ എന്തോ വാക്ക് എനിക്ക് കിട്ടായിട്ട് ഞാൻ എൻ്റെ അമ്മേന്റെ അനിയത്തിയോട് ചോദിച്ചപ്പോ അന്നേരം പറഞ്ഞു എനിക്ക് ഇതുവരെ ഇതൊന്നും അറിയില്ലേന്ന് ചോദിച്ചു. പിന്നെ അതിന് ശേഷം ഇന്ന് വരെ ഡൗട്ട് ഉണ്ടായിട്ട് ഉള്ളിൽ ഒതുക്കുന്നതല്ലാണ്ട് ഒരു ഡൗട്ട് ഞാൻ ടീച്ചറോടായാലും പോലും ക്ലിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗ്രാമർ ഒട്ടും എനിക്ക് അറിയില്ല. ഗ്രാമർ എന്ന് പറഞ്ഞാൽ അറിയില്ല. ഞാനിപ്പോ എന്റെ മോളിപ്പോ 8ാം ക്ലാസ്സിലെത്തി. എന്റെ മോക്ക് ഞാൻ മാത്സും ഗ്രാമറും പറഞ്ഞു കൊടുക്കലില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത് രണ്ടും ആവൂല പറയാൻ. മാത്സ് പരമാവധി ചെറിയ ഇപ്പൊ കുഞ്ഞുമോക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. വലിയ മോളെ മാത്സ് ഞാൻ തൊടയിലേ ഇല്ല. എനിക്ക് മാത്സ് കിട്ടലേ ഇല്ല. ഞാൻ വലിയ മോളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് അങ്ങോട്ട് പോയി പറയല്ലേ, ടീച്ചറെ ഞാൻ ബാക്കി എല്ലാ സബ്ജക്റ്റും നോക്കും, മാത്സ് എനിക്ക് ആവൂല. പക്ഷെ മാത്സിൽ അവൾ എന്നെക്കാട്ടി സ്മാർട്ടാണ്. മാത്സിൽ ഇത്ര വരെ 7 വരെ ഫുൾ മാർക്ക് ആയിരുന്നു. എന്റെ ഹെൽപ്പില്ലാതെയാണ് മാത്സ് പഠിക്കല് മോള്. ഇനിയിപ്പോ ഓണം എക്സാമിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. 8ാം ക്ലാസ്സിലാണ് മോള്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ പറഞ്ഞു കൊടുക്കില്ല, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് മോളോട് പറഞ്ഞു, ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ ക്ലാസ് അമ്മ പഠിക്കുമ്പോഴതിനെക്കാട്ടിയും ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, മോളെ അമ്മ പഠിപ്പിച്ചു തരാന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. ശരണ്യ ഒരു ദിവസം മോളെ പഠിപ്പിക്കോട്ടോ ഇംഗ്ലീഷ്. ഷുവർ ആണ്. എന്റെ വാക്ക് ഓർത്ത് വെച്ചു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കോൺഫിഡൻസ് ടോപ്പിക് ആണ് കേട്ടോ. കോൺഫിഡൻസ്, ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം എല്ലാവരും. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കണം കേട്ടോ. മാക്സിമം ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കാം. പറ്റിയില്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കൂ. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കോൺഫിഡൻസ് ആണ് ടോപ്പിക്. എല്ലാവരും സംസാരിക്കണം. മലയാളം ഓർ ഇംഗ്ലീഷ് നോക്കി വായിക്കാൻ പറ്റില്ല. ഓക്കെ, റെഫർ ചെയ്യാം, ഗൂഗിളിൽ റെഫർ ചെയ്യാം, എല്ലായിടത്തും റെഫർ ചെയ്യാം. പക്ഷെ കോപ്പി പേസ്റ്റ് പോലെ വന്ന് വായിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വായിച്ചെനിക്ക് മനസ്സിലാവും. ഓക്കെ, എന്തോ വീഡിയോ ഓൺ ആക്കണം, നിർബന്ധമാണ്. അതുകൊണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് കുളിച്ചെടുത്തിയായിട്ട് വന്നിരിക്കുക. ഓക്കെ, ഏതൊരു ക്ലാസ്സിൽ ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞു, ഞാൻ കുളിച്ചിട്ടില്ല മിസ് ചെയ്യുന്നത് പൊതുവെ. ഒപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പൊതുവെ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കോണ്ടന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ, ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കണം. പിന്നെ ഇംഗ്ലീഷില് ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുക. ടോപ്പിക് എന്താണ് ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആണ്. എല്ലാവരും ജോയിൻ ചെയ്യുക, മാക്സിമം ജോയിൻ ചെയ്യുക. ടോപ്പിക് പ്രസന്റേഷൻ അല്ലേ എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്യാതിരിക്കരുത്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഓക്കെ, മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ഓൺ ചെയ്യണം, ക്യാമറ ഓൺ ചെയ്യണം, മറക്കരുത്. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. പറയാം, പ്രഗ്നന്റ് ആണ്. പറ്റും മഞ്ജു, പറ്റും. പ്രഗ്നന്റ് ആണെങ്കിലും അത് റീസൺ അല്ല മഞ്ജു. കൊച്ചു കേക്കട്ടെ അതൊക്കെ. ഓക്കെ, എത്ര മന്തായി? 1.5 മാസം. 1.5 മാസം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആക്റ്റീവ് അല്ലേ? വോമിറ്റിംഗ് ഉണ്ട്. വോമിറ്റിംഗ് അതൊന്നും പ്രശ്നമില്ല. ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടിരിക്കും കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, മാക്സിമം പ്രസന്റ് ചെയ്യാൻ നോക്കൂ കേട്ടോ. ഓക്കെ, സോ സൈൻ ഔട്ട് ആരാ പറയാ? അതിന്റെ പേണ്ടേ ടൈമായി. മാം, ഞാനാണ്. Today we are learn another chapter and more things. I say to thanks Ashwati ma'am giving such a wonderful class. Also, I say to thanks my dear friends. Thank you ma'am. Thank you all. Yeah, thank you all. See you on the next class.
Okay, bye. Thank you, ma'am. Thank you, ma'am.